ഏവർക്കും മറുപുറത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് നല്ല ചിന്താശക്തിയും വിവേചനാധികാരവും ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നിൽക്കൂ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. കഴിഞ്ഞ ദിവസം യൂട്യൂബിലൂടെ ഇങ്ങനെ ചെക്ക് ചെയ്ത് പോകുമ്പോഴാണ് പീപ്പിൾസ് വോയിസ് കേരള എന്ന ചാനലിലെ ക്രിസ്മസ് അറ്റാക്ക് എന്ന പരിപാടി കാണുന്നത്. ഞാൻ പൊതുവെ വാച്ച് ചെയ്യുന്നൊരു ചാനലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലെ അവതാരകൻ ഡയറക്റ്റായി ആൾക്കാരുടെ അടുത്തേക്ക് ചെന്ന് ഏതെങ്കിലും വിഷയത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള മാധ്യമങ്ങളെ പോലെ വക്രീകരണമോ അജണ്ടകളോ ഒന്നും ഇല്ലാതെ തന്നെ കൃത്യമായ അഭിപ്രായങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റോടുകൂടി ഞാൻ ആ പരിപാടി ഏതാണ്ട് മിക്ക ഭാഗവും കണ്ടു. അതിൽ എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ സത്യസന്ധമായി ആൾക്കാർ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുകയും RSSൻ്റെയും BJPയുടെയും ഉയർന്നു വരുന്ന ആക്രമണ പരമ്പരകളെ എങ്ങനെ ചെറുക്കണം, കേരളത്തിൻ്റെ മതേതര സ്വഭാവം എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി സംസാരിക്കുന്നുണ്ട്. അതിലൊരു ചേട്ടൻ പറഞ്ഞ കാര്യമാണ് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചത്. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെയധികം കൃത്യമായി വളരെ നിരീക്ഷണ പാഠവത്തോടു കൂടി അദ്ദേഹം ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം, എന്താണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത്, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ചെല്ലാം അദ്ദേഹം കൃത്യതയോടുകൂടി സംസാരിച്ചപ്പോഴും അദ്ദേഹം അതിൽ പറഞ്ഞൊരു കാര്യം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. കഴിഞ്ഞ ദിവസം നടന്നൊരു കാര്യമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ RSSനെയും BJPനെയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നതെന്ന്. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് തോന്നുന്നു. അതിന് കാരണമായി അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ച തിരുവനന്തപുരം മേയർ VV രാജേഷിനെ മാത്രമായി, അതായത് മറ്റുള്ളൊരു കോൺഗ്രസ് മേയറെയും ഇല്ലാതെ അദ്ദേഹത്തെ മാത്രമായി മുഖ്യമന്ത്രി അങ്ങോട്ട് വിളിച്ച് അഭിനന്ദിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. മനോരമയിലോ മറ്റോ വന്നൊരു വാർത്തയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ സത്യസന്ധമായ കാര്യം എന്താണെന്നുള്ളതിനെക്കുറിച്ച് അടുത്ത ദിവസം പത്രങ്ങളെല്ലാം തന്നെ ചാനലുകളും സംപ്രേഷണം ചെയ്യുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇതിന് കൃത്യമായൊരു വിശദീകരണം നൽകുകയും ചെയ്തതാണ്. VV രാജേഷാണ് അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചെന്നുള്ളതും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നമുക്ക് കിട്ടുകയും ചെയ്തു. പക്ഷേ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മുന്നിലേക്ക് പത്രമാധ്യമങ്ങളിൽ കൂടെയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെയോ TVയിലൂടെയോ ന്യൂസ് ചാനലിലൂടെ എത്തുന്ന വാർത്തകൾ മിക്കതും തന്നെ ഇത്രയധികം യാതൊരുവിധ അടിസ്ഥാന സ്വഭാവങ്ങളും അടിസ്ഥാന യുക്തിരാഹിത്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ വളരെയധികം ബോധവാന്മാരായിരിക്കണം. എൻ്റെ കാര്യത്തിൽ തന്നെയാണെങ്കിലും ഞാൻ പൊതുവേ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള വ്യക്തിയായതുകൊണ്ട് ഞാൻ എൻ്റെ അജണ്ടയോ അല്ലെങ്കിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളോ മാത്രമാണ് പറയുന്നത്. അതും പൂർണ്ണമായി ശരിയായിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങളുടെ ശരികൾ നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ക്രോസ് ചെക്ക് ചെയ്യുക. എല്ലാ വാർത്തകളും കൃത്യതയോടുകൂടി 3-4 ചാനലുകളെടുത്ത് പരിശോധിക്കുക. ഇനി നിങ്ങൾക്ക് തെറ്റാന്ന് തോന്നുന്നൊരു ചാനലും ഉണ്ടെങ്കിൽ അതും കൂടെ കേൾക്കുക. എന്നിട്ട് മാത്രം തീരുമാനിക്കുക.